വെൽക്കം ടു നാറ്റമി. എല്ലാവർക്കും NIOS ഒക്ടോബർ ബാച്ചിൻ്റെ എക്സാം ഓറിയൻറ്റേഷൻ ലൈവ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും എക്സാം ഓറിയൻറ്റേഷൻ ക്ലാസ് കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, മുൻകഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. എന്നിരുന്നാലും ഈ ഒരു ക്ലാസ്സിൽ നോട്ടും പേനയും നിർബന്ധമായും നിങ്ങളുടെ കൂടെ ഉണ്ടാകണം. കാരണം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈവ് ക്ലാസ്സിൽ NIOS SSLCയിലെ സോഷ്യൽ സയൻസിലെ എക്സാമിന് വരാവുന്ന ചാപ്റ്ററുകളിൽ നിന്നും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളും അതിൻ്റെ ആൻസേഴ്സുകളുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കഴിഞ്ഞ 2-3 ക്ലാസ്സുകളായിട്ട് നമ്മൾ അവസാനത്തെ 13ാമത്തെ അധ്യായം വരെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് 16, 19, 20 ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളും അതിൻ്റെ ആൻസേഴ്സുകളുമാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 16ാമത്തെ അധ്യായത്തിൻ്റെ ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സുകളുമാണ്. എന്താണ് 16ാമത്തെ അധ്യായത്തിൻ്റെ പേര്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന അധ്യായമാണ്. മൗലിക അവകാശങ്ങളും മൗലിക കടമകളും എന്ന് പറയുന്ന അധ്യായത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ഈ ഇവിടെ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ 1. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ? വാട്ട് ആർ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഇൻ സൊസൈറ്റി? സമൂഹത്തിലെ ഡ്യൂട്ടീസുകളും അവകാശങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നിങ്ങൾ കൃത്യമായി ഇവിടെ സ്ക്രീനിൽ കാണാവുന്നതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ? റൈറ്റ്സ് ആർ എൻലൈറ്റ്മെന്റ്സ് ഇൻഡിവിജ്വൽസ് പോസസ്, വിൽ ഡ്യൂട്ടീസ് ആർ ഒബ്ലിഗേഷൻ ദേ മസ്റ്റ് ഫുൾഫിൽ. അല്ലേ, ഒബ്ലിഗേഷൻ ആണ്, കടമകളാണ്. ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒബ്ലിഗേഷൻസുകളാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 2, ഡിഫൈൻ ഫണ്ടമെന്റൽ റൈറ്റ്സ്. മൗലിക അവകാശങ്ങളെ ഡിഫൈൻ ചെയ്യാനാണ്, വിശദീകരിക്കാനാണ് പറയുന്നത്. എന്താണ്, എങ്ങനെയാ പറയാ? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ എസെൻഷ്യൽ പ്രിവിലേജസ് ഗ്രാൻറ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് എൻഫോഴ്സബിൾ ബൈ കോർട്ട്സ്. ഓക്കെ, കോർട്ട് മുഖേന നിർബന്ധിക്കപ്പെടുന്ന ഭരണഘടനയിൽ നൽകുന്ന അവകാശങ്ങളാണ്, പ്രധാനപ്പെട്ടിട്ടുള്ള പ്രിവിലേജസുകളാണ് എന്ത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഒന്നുകൂടി വായിക്കാം. എന്താണ്? ഡിഫൈൻ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ എസെൻഷ്യൽ പ്രിവിലേജസ് ഗ്രാൻറ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എൻഫോഴ്സബിൾ ബൈ കോർട്ട്സ് എന്നുള്ളതാണ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് വൈ ആർ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് കൺസിഡേർഡ് ഫണ്ടമെന്റൽ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ മൗലികം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ദെൻ ദേ ആർ enshrined the constitutions and justiciable, ensuring protections from governmental overreach എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ തന്നെ താഴെ കൊടുത്തിട്ടുണ്ട്, കൃത്യമായി നിങ്ങൾ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ലിയർ ചെയ്ത് വേണം മുന്നോട്ട് പോവാൻ. ഓക്കെ, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതിയാകും. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 4, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് റൈറ്റ് ടു ഈക്വാലിറ്റി? ഓക്കെ, സമത്വത്തിനുള്ള അവകാശം ഇതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ പ്രാധാന്യം? നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും സമത്വം, ഈക്വാലിറ്റിക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്ന ആളുകളാണ്. ഇതിനിപ്പോൾ വീട്ടിലായാലും സുഹൃത്തുക്കളുടെ കൂടെ ആയാലും എവിടെയായാലും നമ്മൾ പൊതുവെ സമത്വത്തിന് വേണ്ടി ശബ്ദം ഉയർത്തുന്ന ആളുകളാണ്. ജനറൽ ഈക്വാലിറ്റി ആയിക്കോട്ടെ, അതല്ല വീട്ടിലുള്ള ബാക്കിയുള്ള ഈക്വാലിറ്റികളായിക്കോട്ടെ, നമ്മളെല്ലാവരോടും മാതാപിതാക്കളോട് വരെ പലപ്പോഴും നമ്മൾ ഈക്വാലിറ്റിക്ക് വേണ്ടി പറയാറുണ്ട്. അപ്പോൾ എന്താണ് ഈക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആൻസർ, ഇറ്റ് എൻഷുവേഴ്സ് ഈക്വൽ ട്രീറ്റ്മെന്റ് ബിഫോർ ദ ലോ ആൻഡ് പ്രോഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ വേരിയസ് ഗ്രൗണ്ട്സ്. അല്ലേ, വ്യത്യസ്ത ബേസുകളുള്ള ഡിസ്ക്രിമിനേഷനെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈക്വാലിറ്റി കൊണ്ട് ഉപയോഗിക്കുന്നത്. അല്ലേ, വിവേചനം പാടില്ല, ആരോടും പ്രത്യേക
അവകാശങ്ങൾ ആർക്കും കൊടുക്കരുത്. എല്ലാവർക്കും ഈക്വൽ അവകാശങ്ങളും ഈക്വൽ ഡ്യൂട്ടികളുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ അവകാശങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ് ഈക്വാലിറ്റി കൊണ്ട് അതിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്, 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ റൈറ്റ്സ് ഓഫ് ഫ്രീഡം. ഓക്കെ, റൈറ്റ്സ് ഓഫ് ഫ്രീഡം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അവകാശങ്ങളെ കുറിച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. എന്താണ് എക്സ്പ്ലെയിൻ? എന്താണ് ആൻസർ? ഇറ്റ് encompasses several freedoms such as speech, assembly and movement with reasonable restrictions for public welfare. അതായത് നമ്മൾ പലപ്പോഴും പല പ്ലേസുകളിലും പ്രസ്ഥാനങ്ങളെ കുറിച്ച് കേൾക്കാറുണ്ട്, അതുപോലെ തന്നെ അസംബ്ലിയെ കുറിച്ച് കേൾക്കാറുണ്ട്, പ്രസംഗങ്ങൾ അല്ലെ, പല രാഷ്ട്രീയ പ്രസംഗങ്ങളായിക്കോട്ടെ, മതാചാരപരമായിട്ടുള്ള പ്രസംഗങ്ങളായിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ കേൾക്കാറുള്ളതാണ്. അപ്പം റൈറ്റ്സ് ഫോർ ഫ്രീഡം, അവകാശങ്ങൾ, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അവകാശങ്ങളെ കുറിച്ച് പറയുമ്പോൾ എന്തെല്ലാമാണ് നമ്മളിത് പറയണത്? സ്പീച്ച്, അസംബ്ലി, മൂവ്മെന്റ് വിത്ത് റിയസണബിൾ റെസ്ട്രിക്ഷൻസ് ഫോർ പബ്ലിക് വെൽഫെയർ അല്ലെ, പബ്ലിക് വെൽഫെയറിന് വേണ്ടിയുള്ള എല്ലാ തടസ്സങ്ങളും നമ്മൾ ഒഴിവാക്കുക, അതിനു വേണ്ടിയുള്ള പബ്ലിക്കിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ, ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശങ്ങളും തുല്യ സ്വാതന്ത്ര്യമാണ് എല്ലാ സ്ഥലത്തും നൽകാറുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടിക്കും എല്ലാ മതങ്ങൾക്കും ഒരുപോലെ പരിപാടികൾ പൊതുവായിട്ട് വെക്കാം. അതുപോലെ തന്നെ എല്ലാം നമുക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അതിലെ 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 7, ഡിസ്ക്രൈബ് ദ റൈറ്റ് ടു ഫ്രീഡം ടു റിലീജിയൻ. ഓക്കെ, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ മതങ്ങൾക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അവകാശങ്ങളെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. എന്താണ്? നമുക്കറിയാം, ഇറ്റ് അലോസ് ഇൻഡിവിജ്വൽസ് ടു പ്രാക്ടീസ്, പ്രൊപ്പഗേറ്റ് ആൻഡ് പ്രൊഫസ് ദർ റിലീജിയൻ ഫ്രീലി വിത്ത് റെസ്ട്രിക്ഷൻസ് ഓൺ ഹാംഫുൾ പ്രാക്ടീസസ്. അല്ലേ, നമുക്ക് നമ്മളുടെ വ്യത്യസ്ത മതങ്ങളാണ് ഈ ലോകത്ത് ഉള്ളത്. അപ്പോൾ നമ്മളുടെ രാജ്യങ്ങളിൽ വ്യത്യസ്ത മതങ്ങളിലും വ്യത്യസ്ത ആചാരങ്ങളിലും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള വേഷവിധാനങ്ങളൊക്കെ ധരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനും അതുപോലെ തന്നെ അവരുടെ മതങ്ങൾ ഇഷ്ടമുള്ള രൂപത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാനും പ്രചരിപ്പിക്കുവാനും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനുള്ള പ്രാക്ടീസ് കൊടുക്കുവാനൊക്കെ നമ്മുടെ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന അധ്യായത്തിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകളും അതിൻ്റെ ആൻസേഴ്സുകളും എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായി നിങ്ങൾ ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് ഈ ചാപ്റ്റേഴ്സിൽ നിന്നും എന്ത് ക്വസ്റ്റ്യൻ വന്നാലും കൃത്യമായി ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങളിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഒന്നും കൂടി പല ആവർത്തികൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, റിപ്പീറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതല്ല, ഇനി എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, കൃത്യമായി നമ്മൾ അതിന് ആൻസർ നൽകുന്നതാണ്. ദെൻ നിങ്ങളെല്ലാവരും നമ്മളുടെ ആപ്പിലൂടെയുള്ള ക്ലാസ്സുകൾ കേൾക്കുന്നവരാകും, അല്ലെങ്കിൽ അതൊന്നും കൂടി കേൾക്കുക, എന്താണ് അതിൽ പറയുന്നത് എന്നും കൂടി നോക്കുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും ഈ ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു വ്യക്തത കിട്ടും, ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മളുടെ നെക്സ്റ്റ് അധ്യായമായിട്ടുള്ള നമ്മളുടെ ചാപ്റ്റർ 19 ഗവൺമെന്റ്സ് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ, നമ്മൾ വ്യത്യസ്ത ലെവലുകളുള്ള ഗവൺമെന്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ വ്യത്യസ്ത സ്റ്റേറ്റ് ലെവലായിക്കോട്ടെ, ഡിസ്ട്രിക്ട് ലെവലിലായിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മളുടെ ഏറ്റവും ഉയർന്ന ലെവലിലുള്ളതായിക്കോട്ടെ, ഏറ്റവും താഴ്ന്നതായിട്ടുള്ള ഗ്രാമീണ സഭ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത് ചാപ്റ്റർ 19 19ാമത്തെ അധ്യായത്തിൽ ഗവർണൻസ് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ. ഓക്കെ, സ്റ്റേറ്റ് ലെവലിലുള്ള ഗവൺമെന്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാമെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻ റിക്വയർഡ് ടു ബിക്കം എ ഗവർണർ ഓഫ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? ഒരു ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിൽ ഗവർണർ ആവുന്നതിനുള്ള ക്വാളിഫിക്കേഷൻസുകൾ എന്തൊക്കെയാണ്? നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഗവർണർമാരെ കുറിച്ചൊക്കെ പഠിക്കാറുള്ളതാണ്. അപ്പോൾ ഇനി ഒരു ഗവർണർ ആവണമെങ്കിൽ
എന്തെല്ലാം ക്വാളിഫിക്കേഷൻ ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ദ ക്വാളിഫിക്കേഷൻസ് ഇൻക്ലൂഡ് ബീയിങ് എ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പൗരനായിരിക്കണം അല്ലെ. ഒരു ഗവർണർ ആകാൻ പോകുന്ന ആള് ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ദെൻ അറ്റ്ലീസ്റ്റ് 35 years ഓൾഡ്, ചുരുങ്ങിയത് ഒരു 35 വയസ്സെങ്കിലും ആയിട്ടുള്ള വ്യക്തി ആയിരിക്കണം. അതുപോലെ തന്നെ ആൻഡ് നോട്ട് ഹോൾഡിംഗ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഡ്യൂറിങ് ടെനർ അല്ലേ. ഈ ഒരു സമയത്തിൽ ഇപ്പോൾ നമ്മളുടെ ഗവർണർ ആകാൻ പോകുന്ന ഒരു കാലത്ത് ഒരു ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗവൺമെന്റ് ജോലിയോ, അതായത് നമ്മളുടെ പ്രധാനപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ആളായിരിക്കരുത് എന്നുള്ളൊരു കണ്ടീഷനും കൂടിയുണ്ട്. അപ്പോൾ 3 കണ്ടീഷൻസുകളാണുള്ളത്. ഒന്നാമത്തത് ഇന്ത്യൻ പൗരനായിരിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ ഗവർണർ ആവണമെന്നുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് ഇന്ത്യൻ പൗരനായിരിക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് ആയിട്ടുള്ളത് അറ്റ്ലീസ്റ്റ് 35 years ഓൾഡ്, ഓക്കെ, 35 വയസ്സുള്ള ആളായിരിക്കണം. അതുപോലെ തന്നെ ആൻഡ് നോട്ട് ഹോൾഡിംഗ് എനി ഓഫീസ് ടു പ്രോഫിറ്റ് ഡ്യൂറിങ് ടെനർ. ഓക്കെ, ഈ ഒരു സമയത്ത് ഒരു നമ്മളുടെ ഗവർണർ ആകാൻ പോകുന്ന സമയത്ത് നമ്മൾ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റും വാങ്ങുന്ന ആളാവരുത്. ഓക്കെ, ബാക്കിയുള്ള ഏത് രൂപത്തിലും ഓഫീസ് വർക്ക് ചെയ്യുന്ന ആളാവരുത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ ഗവർണർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടേം ഓഫ് ഓഫീസ് ഫോർ എ ഗവർണർ? ഓക്കെ, എന്താണ് ഒരു ഗവർണർക്കുള്ള ഓഫീസ് ടേം എന്ന് പറയുന്നത്? എന്താണ്? ദ ഗവർണർ ഈസ് അപ്പോയിന്റഡ് ഫോർ എ ലേൺ ടു 5 years but can be removed earlier at the pleasure of the president എന്നുള്ളതാണ്. ദെൻ ഇനി അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. വാട്ട് ആർ ദ കാറ്റഗറീസ് ഓഫ് പവേഴ്സ് വെസ്റ്റഡ് ഇൻ ഗവർണറിൽ നിക്ഷിപ്തമായിട്ടുള്ള പവറുകൾ എന്തൊക്കെയാണ്, കാറ്റഗറി പവറുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ദെൻ ദ ഗവർണേഴ്സ് പവർ ഇൻക്ലൂഡ് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ഫിനാൻഷ്യൽ, ജുഡീഷ്യൽ ആൻഡ് ഡിസ്ക്രിഷണറി പവർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും 5 പവേഴ്സുകളാണ് ഗവർണറിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് എക്സിക്യൂട്ടീവ് പവറുകളുണ്ട്. ദെൻ സെക്കൻഡ് ലെജിസ്ലേറ്റീവ് പവറുകൾ, ഫിനാൻഷ്യൽ പവറുകളുണ്ട്, ജുഡീഷ്യൽ പവറുകളുണ്ട്. അതിനൊക്കെ പുറമെ നമ്മുടെ ഡിസ്ക്രിഷണറി പവേഴ്സുകളുണ്ട്. ഇത്രയും പവറുകളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ആര്? നമ്മളുടെ ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങൾ ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഒരു ഗവർണറിൽ നിക്ഷിപ്തമായിട്ടുള്ള പവറുകൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ അതിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹു അപ്പോയിന്റ്സ് ദ ചീഫ് മിനിസ്റ്റർ ആൻഡ് അതർ മെമ്പർ ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ? നമ്മളുടെ പാർലമെന്റില് കൗൺസിൽ ഓഫ് മിനിസ്റ്ററിൽ നമ്മൾ മെമ്പർമാരൊക്കെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അതല്ലേ. ദ ഗവർണർ അപ്പോയിന്റ് ദം ഓൺ ദ അഡ്വൈസ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ. ചീഫ് മിനിസ്റ്ററുടെ ഉപദേശപ്രകാരം ആണ് ബാക്കിയുള്ള എല്ലാ മെമ്പർമാരെയും ഗവർണർ അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്രയും 4 ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ഹൗ ആർ മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി എലക്റ്റഡ്? ഓക്കെ, എന്താണ് അതിൽ ചോദിച്ചിട്ടുള്ളത്? ഹൗ ആർ, എങ്ങനെയാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കുള്ള മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്നത്? എങ്ങനെയാണ്? ഓക്കെ, അപ്പൊ ഇതിന് ആൻസർ നോക്കുക. മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആർ elected by the people based on the principle of universal adult franchise എന്നുള്ളതാണ്. ഒന്നുകൂടി നോട്ട് ചെയ്ത് വെക്കുക. മെമ്പർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആർ elected by the people based on the principles of universal adult franchise എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതിൽ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് 6ാമത്തെ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ കോമ്പോസിഷൻ ഓഫ് ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ? ഓക്കെ, എന്താണ് നമ്മളുടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ കോമ്പോസിഷൻസ് എന്തൊക്കെയാണ് നോക്കാം. ദെൻ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത്, ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ കൺസിസ്റ്റ് ഓഫ് മെമ്പേഴ്സ് എലക്റ്റഡ് ഇൻഡയറക്ട്ലി ബൈ ഗ്രാജുവേറ്റ്സ്, ടീച്ചേഴ്സ് ആൻഡ് ലോക്കൽ ബോഡീസ് ആസ് വെൽ ആസ് മെമ്പേഴ്സ് നോമിനേറ്റഡ് ബൈ ദ ഗവർണർ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമുകളൊക്കെ വളരെ സിമ്പിൾ ആയിരിക്കും. മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ ഏകദേശം ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മളുടെ മുൻ കഴിഞ്ഞ
ഒരുപാട് എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്, അവിടെ ആവർത്തിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇവിടെ നമ്മൾ എല്ലാ ലൈവ് ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ കൃത്യമായി നിങ്ങൾക്ക് ഇത് ഇംഗ്ലീഷിലാണ് കൊടുത്തിട്ടുള്ളത്. കാരണം എന്താ, നമ്മുടെ എക്സാമുകളൊക്കെ ക്വസ്റ്റ്യൻസുകൾ വരുന്നത് എങ്ങനെയാണ്, ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷിലാണ് കൊടുത്തിട്ടുള്ളത്. കൃത്യമായി നിങ്ങളും ഇതുപോലെ നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ടെനർ ഓഫ് ദ വിധാൻ സഭ? എന്താണ് വിധാൻ സഭ? ദ ടെനർ ഓഫ് ദ വിധാൻ സഭ ഈസ് 5 years. ഓക്കെ, 5 വർഷമാണ് അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് ഇറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഏർലിയർ ഓൺ ദ അഡ്വൈസ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ. ഇതൊക്കെ പിരിച്ചുവിടാനുള്ള അധികാരം ആർക്കാണുള്ളത്? ചീഫ് മിനിസ്റ്ററുടെ ഉപദേശപ്രകാരം നമ്മുടെ ഗവർണർക്കാണ് ഉള്ളത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതുവരെ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസുകളും ഒന്നുകൂടി ആവർത്തിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രമല്ല ഡിസ്കസ് ചെയ്യുന്നത്, എന്തുകൊണ്ട് അതിന് കൂടെ ആൻസറുകളും കൂടിയുണ്ട്. നിങ്ങൾക്ക് കൃത്യമായി ബോർഡിലൂടെ സ്ക്രീനിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചാൽ മതിയാകും. അതിനുള്ള ഡൗട്ടുകളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാം. ദെൻ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ ചീഫ് മിനിസ്റ്റർ? ഒരു ചീഫ് മിനിസ്റ്ററുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ദെൻ ഇതിന് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ചീഫ് മിനിസ്റ്റർ ഈസ് ദ ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് ഇൻ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റ് ലെവലിലുള്ള ഗവൺമെന്റിന്റെ ഹെഡാണ് ആര്? നമ്മളുടെ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റെസ്പോൺസിബിൾ ഫോർ അഡ്വൈസിങ് ദ ഗവർണർ. ഗവർണറെ ഉപദേശം കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മളുടെ ചീഫ് മിനിസ്റ്ററുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രമല്ല, കോർഡിനേറ്റ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ, അല്ലെ, മന്ത്രിമാരുടെ കൗൺസിലിനെ ഹെഡ് ചെയ്യുക, അതിനെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ലാസ്റ്റ് വൺ, ആൻഡ് ഗൈഡിങ് പോളിസി ഫോർമുലേഷൻ എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു ചീഫ് മിനിസ്റ്ററുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നുകൂടി നോക്കുക, ചീഫ് മിനിസ്റ്റർ, ദ ചീഫ് മിനിസ്റ്റർ ഈസ് ദ ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് ഇൻ ദ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിലെ ഗവൺമെന്റിന്റെ ഹെഡ് ആരാണ്? നമ്മളുടെ ചീഫ് മിനിസ്റ്റർ ആണ്. മാത്രമല്ല, റെസ്പോൺസിബിൾ ഫോർ അഡ്വൈസിങ് ദ ഗവർണർ. റെസ്പോൺസിബിൾ ഫോർ അഡ്വൈസിങ് ദ ഗവർണർ. ദെൻ കോർഡിനേറ്റിംഗ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അല്ലെ, നമ്മുടെ കൗൺസിലിനെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതും. അതുപോലെ തന്നെ ആൻഡ് ദ ഗൈഡിങ് പോളിസി ഫോർമേഷൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു 19ാമത്തെ അധ്യായത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലും ഇതുപോലെ 8 ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്തത്. ഇതുപോലെ നമ്മൾ 19ാമത്തെ അധ്യായത്തിലും 8 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകാനുള്ളത് നമ്മളുടെ 20ാമത്തെ അധ്യായമാണ്. ആ അധ്യായത്തിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസുകളും അതിലെ പ്രധാനമായിട്ടുള്ള ആ ക്വസ്റ്റ്യൻസുകളുടെ ആൻസേഴ്സുകളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകാനുള്ളത്. അതുകൊണ്ട് എന്താണ് നമ്മളുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ചാപ്റ്റർ 20, അല്ലേ, ഗവർണൻസ് അറ്റ് ദ യൂണിയൻ ലെവൽ. യൂണിയൻ ലെവലിലുള്ള ഗവർണൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ചാപ്റ്റർ സ്റ്റേറ്റ് ലെവലിലുള്ള ഗവൺമെന്റ് ആയിരുന്നു, അല്ലേ, ഗവൺമെന്റ് ആയിരുന്നുവെങ്കിൽ ഈ ഒരു നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്? യൂണിയൻ ലെവലിലുള്ള ഗവൺമെന്റിനെ കുറിച്ചാണ്. അപ്പം അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ കഴിഞ്ഞ ചാപ്റ്റർ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾ ചോദിക്കുക. ഓക്കെ, അപ്പം ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ 20ാമത്തെ അധ്യായത്തിൽ എന്താണ് ചോദിക്കാനുള്ളത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് എലക്ടിങ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഒരു ഇന്ത്യൻ പ്രസിഡന്റിനെ എലക്ട് ചെയ്യണമെങ്കിൽ, തെരഞ്ഞെടുക്കണമെങ്കിൽ എന്തെല്ലാം പ്രോസസ്സുകളാണ് ഉള്ളതെന്നുള്ളതാണ്. ദെൻ ഫസ്റ്റ് വൺ നോക്കാം. ദ പ്രസിഡന്റ് ഈസ് ഇൻഡയറക്ട്ലി എലക്ടഡ് ബൈ എൻ ഇലക്ടോറൽ കോളേജ് ഇൻസിസ്റ്റിംഗ് ഓഫ് ദ elected members of the both house of parliament and state legislative assemblies. Okay, state legislative അസംബ്ലികളിലും പാർലമെന്റുകളിലും തെരഞ്ഞെടുത്തിട്ടുള്ള മെമ്പർമാരുടെ ഒക്കെ കൺസിസ്റ്റിംഗ് പ്രകാരമാണ് നമ്മളുടെ ഒരു പ്രസിഡന്റിനെ, ഇന്ത്യൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. മാത്രമല്ല, along with members of legislative assemblies of union territories, voting is by secret ballot using proportional responsible through single transferable vote എന്നുള്ളതാണ്.
ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻ റിക്വയർഡ് ഫോർ എലക്ഷൻ ആസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? അല്ലെ, വാട്ട് ആർ ദ ഒരു പ്രസിഡന്റിന്, ഇന്ത്യൻ പ്രസിഡന്റായി മത്സരിക്കണമെങ്കിൽ എന്തെല്ലാം ക്വാളിഫിക്കേഷൻസുകളാണ് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടു ബി എലിജിബിൾ ഫോർ എലക്ഷൻ ആസ് പ്രസിഡന്റ്, ഓക്കെ, അദ്ദേഹം എലിജിബിൾ ആവണമെങ്കിൽ എന്തെല്ലാം വേണം? എ പേഴ്സൺ മസ്റ്റ് ബി സിറ്റിസൺസ് ഓഫ് ഇന്ത്യ, എന്തായിരിക്കണം? ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം എന്നുള്ളതാണ്. ആദ്യമായിട്ട് എന്താണ്? ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ കാണുന്നുണ്ടാവല്ലോ അല്ലെ, ടു ബി എലിജിബിൾ ഫോർ എലക്ഷൻ ആസ് പ്രസിഡന്റ് എ പേഴ്സൺ മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, അല്ലെ, ഇന്ത്യൻ പൗരനായിരിക്കണം. അറ്റ്ലീസ്റ്റ്, മാത്രമല്ല അറ്റ്ലീസ്റ്റ് 35 years ഓൾഡ്, അദ്ദേഹത്തിന് എന്ത് വേണം? 35 വയസ്സെങ്കിലും ചുരുങ്ങിയതാവണം എന്നുള്ളതാണ് ഉള്ളത്. ദെൻ ക്വാളിഫൈഡ് ടു ബി എ മെമ്പർ ഓഫ് ദ ലോക്സഭ, ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഭാഗത്തിലുള്ള ഒരു മെമ്പർ ആയിരിക്കും വേണം. ആൻഡ് നോട്ട് ഹോൾഡ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അണ്ടർ ദ ഗവൺമെന്റ്. ഇപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ ഗവർണറുടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞതേപോലെ തന്നെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഗവൺമെന്റിന്റെ പ്രോഫിറ്റ് ലഭിക്കുന്ന ആളായിരിക്കരുത് ആര്? ഗവർണറായി, പ്രസിഡന്റായി മത്സരിക്കുന്ന ആൾ എന്നുള്ളതാണ്. ഇത്രയും 4 ക്വാളിഫിക്കേഷൻസുകളാണ് നമ്മളുടെ ഒരു ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ പോകുന്ന ആൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൗ ലോങ് ഈസ് ദ ടേം ടു ഓഫീസ് ഫോർ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഹൗ ലോങ് ഈസ് ദ ടേം ഓഫ് ദ ഓഫീസ് ഫോർ എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? അല്ലെ, ഒരു ഇന്ത്യൻ പ്രസിഡന്റിന്റെ കാലാവധി എത്രയാണ് എന്നുള്ളതാണ്. ദ പ്രസിഡന്റ് ഈസ് എലക്ടഡ് ഫോർ എ ടേം ഓഫ് 5 years, അല്ലെ, 5 വർഷങ്ങൾക്ക് വേണ്ടിയാണ് ഒരു ഇന്ത്യൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. ബട്ട് ക്യാൻ കണ്ടിന്യൂ ഇൻ ഓഫീസ് അണ്ടിൽ എ സക്സസർ ഓഫ് ഈസ് എലക്ടഡ്, അദ്ദേഹം തെരഞ്ഞെടുത്തത് മുതൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി തുടങ്ങാവുന്നതാണ്. റീ എലക്ഷൻ ഈസ് പോസിബിൾ, അല്ലെ, ഈ ഒരു കാര്യത്തിൽ വീണ്ടും ഒരു എലക്ഷൻ നടത്താൻ സാധിക്കുന്നതാണ്. ആൻഡ് ഓഫ് വേക്കൻസി ദ വൈസ് പ്രസിഡന്റ് ആക്ട് ആസ് പ്രസിഡന്റ് ഓഫ് ലിമിറ്റഡ് പീരിയഡ്, അല്ലെ, ഇങ്ങനെ ഒരു പ്രസിഡന്റിന്റെ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ ആ സ്ഥാനം കൈകാര്യം ചെയ്യേണ്ടത്, അലങ്കരിക്കേണ്ടത് വൈസ് പ്രസിഡന്റ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, 3 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ പവേഴ്സ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യൻ പ്രസിഡന്റിന് ഉണ്ടായിരിക്കേണ്ട പവറുകൾ എന്തൊക്കെയാണ്? ആൻസർ, ദ പ്രസിഡന്റ് ഹോൾഡ്സ് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ഫിനാൻഷ്യൽ ആൻഡ് ജുഡീഷ്യൽ പവേഴ്സ്, അല്ലെ, ഒരുപാട് പവറുകൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് എന്ത്? നമ്മളുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, എക്സിക്യൂട്ടീവായിട്ടും ലെജിസ്ലേറ്റീവായിട്ടും ഫിനാൻഷ്യലായിട്ടും ജുഡീഷ്യലായിട്ടുള്ള പവറുകൾ കൈകാര്യം ചെയ്യുന്നത് നമ്മളുടെ പ്രസിഡന്റ് ആണ്. ദീസ് ഇൻക്ലൂഡ് അപ്പോയിന്റിംഗ് ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് അതർ കീ ഒഫീഷ്യൽസ്, അല്ലെ, നമ്മളുടെ മാത്രമല്ല ഇത് മാത്രമല്ല നമ്മളുടെ ലോക്സഭാ മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്നതും പ്രൈം മിനിസ്റ്റർ തിരഞ്ഞെടുക്കുന്നതൊക്കെ ആരായിരിക്കും? നമ്മളുടെ പ്രസിഡന്റ് ആയിരിക്കും എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ്, ഇഷ്യൂയിങ് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരവും പ്രസിഡന്റിനാണുള്ളത്. സമ്മോണിംഗ് ആൻഡ് പ്രൊറോഗിംഗ് പാർലമെന്റ്, ഗ്രാൻഡിങ് പാർഡൻസ്, അല്ലെ, നമ്മളുടെ സത്യപ്രതിജ്ഞ നൽകുന്നതും ആൻഡ് ഡിക്ലെയറിംഗ് എമർജൻസിയൊക്കെ പ്രഖ്യാപിക്കുന്നതൊക്കെ ആരായിരിക്കും? നമ്മളുടെ പ്രസിഡന്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഇനി അതിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. 5ാമത്തെ ക്വസ്റ്റ്യന്റെ പേരെന്താ? ഹൗ ആർ ലെജിസ്ലേറ്റീവ് പവേഴ്സ് എക്സിസ്റ്റഡ് ബൈ ദ പ്രസിഡന്റ്, അല്ലെ, എന്തൊക്കെയാണ് ഇതിന് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ പ്രസിഡന്റ് അഡ്രസ്സസ് പാർലമെന്റ്, സമ്മൺസ് ആൻഡ് പ്രൊറോഗസ് സെഷൻസ്, ക്യാൻ ഡിസോൾവ് അറ്റ് ലോക്സഭ ആൻഡ് മസ്റ്റ് ബി അസെന്റ് to bill for them to become law in case of disagreement between the houses, അല്ലെ, പാർലമെന്റും ലോക്സഭയും അതുപോലെ തന്നെ നിയമസഭയും എന്തെങ്കിലും ഡിസഗ്രി ഉണ്ടെങ്കിൽ അതിനൊക്കെ കൂട്ടിയോജിപ്പിക്കേണ്ടത് ആരാണ്? നമ്മളുടെ പ്രസിഡന്റ് ആണ്. എ ജോയിന്റ് സെഷൻ ക്യാൻ ബി കോൾഡ്, ഓക്കെ, ഇത് പിരിച്ചുവിട്ടിട്ട് വീണ്ടും ഒരു സെഷൻ നമുക്ക് പ്രസിഡന്റിന് സംഘടിപ്പിക്കാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ എമർജൻസി പവേഴ്സ് വെസ്റ്റഡ് ഇൻ പ്രസിഡന്റ്? പ്രസിഡന്റിൽ ഒതുങ്ങിക്കൂടിയിട്ടുള്ള ചുമതലകളിലെ നമ്മൾ പറഞ്ഞു എമർജൻസി പവറുകൾ ഉണ്ട്, അത് എന്തൊക്കെയാണെന്നുള്ളതാണ്. ദ പ്രസിഡന്റ് ക്യാൻ ബി ഡിക്ലെയർ ദ 3 types ഓഫ് എമർജൻസീസ്, അല്ലെ, 3 രൂപത്തിലുള്ള എമർജൻസി പ്രഖ്യാപിക്കാം. ഒരു ഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിലും എമർജൻസി ഉണ്ടായിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതുപോലെ 3 രൂപത്തിൽ നമ്മളുടെ പ്രസിഡന്റിന് ഇന്ത്യയിൽ എമർജൻസി പ്രഖ്യാപിക്കുന്നതാണ്. ഒന്ന് വാർ എന്നുള്ളതാണ്. 2 യുദ്ധം ഉണ്ടാകുമ്പോൾ
എമർജൻസി ഉണ്ടാകും. അതുപോലെ തന്നെ എക്സ്റ്റേണൽ അഗ്രഷൻസ് ഓർ ആംഡ് റിബലിയൻസ്, ഫെയിലർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറീസ് ഇൻ എ സ്റ്റേറ്റ് ആൻഡ് ഫിനാൻഷ്യൽ ക്രൈസിസ്. ഡ്യൂറിംഗ് എമർജൻസീസ് ദ പ്രസിഡന്റ് ക്യാൻ അസ്യൂം അഡീഷണൽ പവേഴ്സ് സബ്ജക്ട് അപ്രൂവൽ ബൈ പാർലമെന്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മളുടെ എമർജൻസിയിൽ ഒതുങ്ങിയിരിക്കുന്ന പ്രസിഡന്റിന്റെ ഡ്യൂട്ടികളെ കുറിച്ച് പറയുമ്പോൾ പറയാനുള്ളത്. ഇനി ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മളുടെ 6 ക്വസ്റ്റ്യൻസുകൾ 20ാമത്തെ അധ്യായത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കൃത്യമായി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ക്ലിയർ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ലൈവ് ക്ലാസ്സിൽ ചാപ്റ്റർ 20, 21, 23, 25, 26, 27 അധ്യായങ്ങൾ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, താങ്ക് യു ടു ഓൾ.